നല്ല രീതിയിൽ ഒരു സംരംഭം തുടങ്ങി അത് വിജയിക്കുന്നതിന് മുമ്പേ നിർത്തി പോകുന്ന പല ആളുകളെയും നമ്മൾ കാണാറുണ്ട്. ശരിക്കും ഈ നിർത്തി പോകുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? എന്ത് കാര്യവും നിങ്ങൾ ചെയ്യുന്നു, നിർത്തിപ്പോകുന്നു, വീണ്ടും ചെയ്യുന്നു, നിർത്തിപ്പോകുന്നു, വീണ്ടും ചെയ്യുന്നു, നിർത്തിപ്പോകുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്ന സമയത്ത് അതൊരു പാറ്റേൺ ആയിട്ട് മാറുന്നുണ്ടാവും, ശീലങ്ങളായിട്ട് മാറുന്നുണ്ടാവും. എന്ത് ശീലമാണോ നിങ്ങൾ തുടരുന്നത് അതിൻ്റെ ഡെസ്റ്റിനി നിങ്ങളുടെ മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ടാകും. ഓക്കെ, സോ തുടങ്ങുന്നതിനേക്കാൾ മുൻപ് ഇതെനിക്ക് പറ്റുന്നതാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. നിങ്ങളുടെ പാഷനുമായിട്ട് ഇത് കണക്റ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അതിൽ വിജയിച്ചിട്ടുള്ള ആളുകളുമായിട്ട് പണം കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ പോലും പോയി ഇരുന്നിട്ട് അതിനെക്കുറിച്ചൊരു റെഫറൻസ് എടുക്കാൻ വേണ്ടി തയ്യാറാവുക. നാട്ടിലുള്ള കോസ്റ്റ്യൂമിൽ ഇരിക്കുന്ന ആളുകളോട് ഇതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 100% ആ ഒരു കൃത്യതയിലേക്ക് എത്തുന്നുണ്ടാകും, ആ ഒരു പാറ്റേണിലേക്ക് എത്തുന്നുണ്ടാകും. ആ പാറ്റേൺ നിങ്ങൾ കറക്റ്റാക്കുന്ന സമയത്ത് ഈ പറയുന്ന നിങ്ങളുടെ നിർത്തിപ്പോകുന്ന സ്വാഭാവികമായിട്ടും ഇല്ലാതാകുന്നുണ്ടാകും. നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാകും. കൂടെ എന്താണോ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് ഉതകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളുള്ള ഏതെങ്കിലും ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു 1-2 കൊല്ലം അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. മേ ബി അതിൽ നിന്ന് ഒരു പണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ആ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്.